ഫ്രഞ്ച് റീറ്റെയിൽ കമ്പനിയായ കാരിഫോർ ബഹ്റൈനിലും പൂർണ്ണമായി പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഫലസ്തീൻ അനുകൂല പ്രസ്ഥാനമായ ബോയ്ക്കോട്ട് ഡൈവേഴ്സ്മെന്റ് ആൻഡ് സാങ്ഷൻസ് BDS നടത്തിയ ശക്തമായ ബഹിഷ്കരണ സമ്മർദ്ദമാണ് ഇതിന് പിന്നിൽ. BDS 2022 മുതൽ തന്നെ കാരിഫോറിനെതിരെ ക്യാമ്പയിൻ നടത്തി വരികയായിരുന്നു. കാരിഫോർ ഇസ്രായേൽ സൈനികർക്കായി ഭക്ഷണ കിറ്റുകളും സമ്മാനങ്ങളും നൽകിയതും ഫലസ്തീൻകാരുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുവെന്ന് ആരോപണമുള്ള ബാങ്കുകൾക്കും കമ്പനികൾക്കുമൊപ്പം ബിസിനസ് ചെയ്തതുമാണ് പ്രതിഷേധത്തിന് പ്രധാന കാരണങ്ങൾ. ഇതോടെ ലെറ്റ്സ് ബോയ്ക്കോട്ട് കാരിഫോർ എന്ന ഹാഷ്ടാഗ് അറബ് ലോകത്ത് വ്യാപകമായി പ്രചരിച്ചു. പ്രതിഷേധങ്ങൾ, ഹർജികൾ, ഓൺലൈൻ ക്യാമ്പയിനുകൾ, സാംസ്കാരിക പരിപാടികൾ എല്ലാം കൂടി ജനങ്ങളുടെ പ്രതികരണം ശക്തമായി ഉയർന്നു. ഈ സമ്മർദ്ദം നേരിട്ട് കാരിഫോറിന്റെ ലാഭത്തെയും ബാധിച്ചു. 2023 അപേക്ഷിച്ച് 2024 കാരിഫോറിന്റെ ആഗോള ലാഭം പകുതിയായി ഇടിഞ്ഞു. കാരിഫോറിന്റെ പ്രവർത്തനം നടത്തിവന്ന ഇമറാത്തി കമ്പനിയായ മാജിദ് അൽ ഫുതൈം ഗ്രൂപ്പിനും 47% വരെ നഷ്ടമുണ്ടായി. ജോർദാൻ, മൊറോക്കോ, ഈജിപ്ത്, ട്യൂണീഷ്യ, ബഹ്റൈൻ, കുവൈറ്റ്, UAE എന്നിവിടങ്ങളിലുടനീളം ഉപഭോക്താക്കളുടെ വിശ്വാസം കുറയുകയും വ്യാപാരം വലിയ രീതിയിൽ ബാധിക്കപ്പെടുകയും ചെയ്തു.